ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച വിഷയത്തിൽ സർക്കാരിനെതിരെ കാഞ്ഞിരപ്പള്ളി രൂപത മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ നയങ്ങൾ അപകടകരവും പ്രതിഷേധാർഹവുമാണെന്ന് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ഇനി എങ്ങനെയാണ് മദ്യപാനശീലം ഒഴിവാക്കാൻ ആളുകളോട് സർക്കാരിന് ആവശ്യപ്പെടാൻ പറ്റുകയെന്നും ബിഷപ്പ് ജോസ് പുളിക്കൽ ചോദിക്കുന്നു. മദ്യവിപത്തില് തോരാത്ത കണ്ണുനീരിൽ തീർന്നു പോകുന്ന കുടുംബങ്ങൾ, അനാഥമാകുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വിധമുള്ള സർക്കാരിൻ്റെ നയങ്ങൾ തികച്ചും അപകടകരങ്ങളാണ്. അത് പ്രതിഷേധാർഹവുമാണ്. അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ നയങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുനിൽക്കണമെന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഷിനോജ് എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ആദ്യം KCBC വന്നതായപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയും ഈ സമയം ദീർഘിപ്പിച്ചതിനെതിരെ രംഗത്ത് വരികയാണ്. അത് തന്നെയാണ്. കൂടുതൽ സഭകൾ ഈ സർക്കാരിന്റെയും തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ KCBCയും ചങ്ങനാശ്ശേരി അതിരൂപതയും ഒക്കെ തന്നെ പരസ്യമായി തന്നെ അവരുടെ നിലപാട് സർക്കാരിനെതിരായിട്ടുള്ള ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ പരസ്യമായി പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് കൂടി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. ഈ തീരുമാനം സർക്കാർ പിൻവലിക്കണം എന്നാണ് കാഞ്ഞിരപ്പള്ളി രൂപത ആവശ്യപ്പെടുന്നത്. മാത്രമല്ല 50-ൽ താഴെ ഉണ്ടായിരുന്ന ബാറുകൾ, ആ ബാറുകളുടെ എണ്ണം 800 വർദ്ധിപ്പിച്ച ശേഷം നിങ്ങൾ ആരും മദ്യപിക്കരുത് എന്ന് ജനങ്ങളോട് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്ന് കൂടി കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയങ്ങൾ അത് ഭാവിയിൽ ജനങ്ങൾക്ക് തന്നെ അപകടകരമായ രീതിയിൽ മാറും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നൽകുന്നുണ്ട്. ശരി.